മെച്ചപ്പെട്ട ജീവിതം തേടി ഓസ്ട്രേലിയയിലെത്തിയ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാരണം ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ ഏതൊരു പ്രലോഭനത്തെയും അതിജീവിച്ച് മുന്നേറാൻ സാധിക്കുമെന്ന സന്ദേശം ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് സെന്റ് തോമസ് കാത്തോലിക് ചർച്ചിന്റെ പേരിൽ നരേവാരൻ ഗ്രൂപ്പ് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു ദൈവകൃപയിൽ ആശ്രയം. ഇവിടെയുള്ള ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. ഓസ്ട്രേലിയയിൽ നസ്രാണി സ്നേഹം വളർത്താൻ വന്നിരിക്കുന്നു. കേരളം നിറയെ ധ്യാന കേന്ദ്രങ്ങൾ, അത് പോരാഞ്ഞിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു ഒരു സീറോ മലബാർ സഭ. ഓസ്ട്രേലിയ എന്റേതാണ്, വിട്ടുകൊടുക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. അന്ധകാരത്തിന്റെ ദൂതന്മാരെ വരിക, അന്ധകാരത്തിന്റെ ദൂതന്മാരെ വേഗം വരിക. ഒരു നിമിഷം എല്ലാവരും നടങ്ങി, എന്നിട്ട് എന്റെ സ്വരം കേൾക്കുവിൻ. പ്രഭു, ഞങ്ങളെ എന്തിനാണ് വിളിച്ചത്? എന്താണ് അങ്ങ് പതിവിലധികം ശോഭിതനായിരിക്കുന്നത്? ഞങ്ങളോട് പറയൂ. ഈ ഓസ്ട്രേലിയ എന്റേതാണ്, അത് കൈവിട്ടു പോകാൻ നമ്മൾ അനുവദിക്കരുത്. ഒരൊറ്റ ആത്മാ പോലും ദൈവത്തോട് അടുക്കാനും അനുവദിക്കരുത്. നമുക്കായി വിധിച്ചിരിക്കുന്ന ആ നരകത്തിലേക്ക് നമുക്ക് അവരെയും കൊണ്ടുപോകണം. അതിൽ ദൈവം ദുഃഖിക്കണം. പ്രഭു, അങ്ങേക്ക് അറിയാമല്ലോ, ആളുകൾ ഇപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പ്രാർത്ഥനകളും ത്യാഗങ്ങളും നമ്മുടെ ശക്തിയെ തളർത്തുകയും അവർക്ക് കൂടുതൽ ശക്തിയാവുകയും ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യും പ്രഭു? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നോടാണോ കളി? പ്രഭു, എന്താണത്? ഞങ്ങളോട് പറയൂ. മോഷ്ടിക്കണം, സമയം മോഷ്ടിക്കണം, തെറ്റിക്കണം, വഴി തെറ്റിക്കണം. ദൈവത്തിന് കൊടുക്കാൻ ഒരു നിമിഷം പോലും ഇല്ലാതെ വരത്തക്ക വിധം അവരുടെ സമയം നിങ്ങൾ മോഷ്ടിച്ചെടുക്കണം. പോകൂ, നിങ്ങൾ തന്നെ വിവിധ ദിശകളിലേക്ക് പോയി അതിനുള്ള വഴികൾ കണ്ടുപിടിക്കുവിൻ. പോകുന്നതിന് മുമ്പ് എങ്ങോട്ടാണെന്ന് എന്നെ അറിയിക്കുവിൻ. ഞാൻ എപ്പിംഗ് ക്രെഗിബേൺ ഏരിയയിലേക്ക് പോകാം. ബോക്സിൽ ഏരിയയിലേക്ക് ഞാൻ പോകാം. ഓക്ക് പാർക്കും സെന്റ് ആൽബൻസും ഞാൻ ഏറ്റു. ആരാണ് ഡൗട്ടണിലേക്ക് പോകുന്നത്? ഡൗട്ടണും ഫ്രാക്ചറും എനിക്ക് വിട്ടേരെ. പോയി വരിൻ. ഓരോ മനുഷ്യരുടെയും അനുദിന ജീവിതം പഠിച്ച് മാർഗങ്ങൾ കണ്ടെത്തുവിൻ. ഞാൻ ജയിക്കും, തീർച്ചയായും. അന്ധകാരത്തിന്റെ ദൂതന്മാരെ, സമയം അതിക്രമിച്ചിരിക്കുന്നു.
മടങ്ങിയെത്തുവിൻ. നിങ്ങൾ പറയൂ, എനിക്ക് കേൾക്കാൻ ധൃതിയായി. പ്രഭു, ഞാൻ മനുഷ്യരിൽ സമ്പത്തിനോടും ആഡംബരത്തിനോടും അത്യാഗ്രഹം ജനിപ്പിക്കും. ഞായറാഴ്ചകളിൽ ഓവർ ടൈമും ഡബിൾ പേയ്മെന്റും കൊടുപ്പിക്കും. ഡാൻസ് ക്ലാസ്, സ്വിമ്മിംഗ് ക്ലാസ്, ട്യൂഷൻ എല്ലാം ഞായറാഴ്ച തന്നെയാക്കും. ഓവർ ടൈമും നൈറ്റ് ഡ്യൂട്ടിയും കുടുംബ പ്രാർത്ഥന മുടക്കും. സൺഡേയിൽ സ്പെഷ്യൽ പ്രൈസ് ഓഫർ കൊടുക്കും. അപ്പോൾ എല്ലാവരും വീക്കെൻഡിൽ ഷോപ്പിംഗ് തിരഞ്ഞെടുക്കും. ഇതെല്ലാം കൂടി ആകുമ്പോൾ പിന്നെ ദൈവത്തിന് കൊടുക്കാൻ എവിടെ സമയം? ഒന്നും മയങ്ങാൻ തന്നെ സമയം കിട്ടില്ല പ്രഭു. കുടുംബ ബന്ധവും തകരും. അങ്ങനെ മുഴുവനും തകരും. മിടുക്കൻ, കർത്താവിന്റെ ദിനം ഞാൻ ചവിട്ടി മെതിപ്പിക്കും. പ്രഭു, ദൈവസ്വരം കേൾക്കാനാകാത്ത വിധം ഞാൻ അവരുടെ കാതുകളെയും മനസ്സുകളെയും മരവിപ്പിക്കും. റോക്ക് മ്യൂസിക്, നൈറ്റ് ക്ലബ്, പബ് എല്ലാം പെരുപ്പിച്ച് മനുഷ്യ മനസ്സുകളെ ഞാൻ വഴിതെറ്റിക്കും. ക്രമേണ അവർ ദൈവത്തെ വെറുക്കും. പിന്നെ റിയാലിറ്റി ഷോകളുടെയും സീരിയലുകളുടെയും എണ്ണം കൂട്ടി സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തേക്ക് മാറ്റിവെക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കഴിഞ്ഞു. കൊള്ളാം, കൊള്ളാം. ഇളം തലമുറയെ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും സെക്സിനും അടിമകളാക്കി അവരുടെ സമയം മുഴുവൻ ഞാൻ പിടിച്ചെടുക്കും. അത് പിന്നെ നമ്മുടെ കുത്തകയാ. പിന്നെ മനുഷ്യന് ദൈവത്തെ വേണമെന്ന് തോന്നില്ല. പിന്നെ ആ ദൈവത്തിന് കൊടുക്കാൻ സമയം. അത് കലക്കി, മിടുക്കൻ. മനുഷ്യനെ കെട്ടിയിട്ട് സമയം അടിച്ചെടുക്കാനുള്ള വിദ്യ കൊള്ളാം. ഞാനൊരു പാവമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. പക്ഷേ കുരുട്ടുബുദ്ധിയിൽ അങ്ങേക്ക് തൊട്ടുമുറിയിൽ ഞാനാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അറിയാം, അറിയാം. എനിക്ക് ശേഷം നീ. ഇനി പറയൂ, കേൾക്കട്ടെ. ഞാൻ കത്തോലിക്ക സഭാ വിശ്വാസത്തെ വഴിതെറ്റിക്കും. സഭയുടെ അധികാരത്തെ നിന്ദിക്കാൻ ഞാൻ അവരെ പ്രേരിപ്പിക്കും. സഹായമേകുന്ന കന്യാമറിയത്തോടും വിശുദ്ധരോടുമുള്ള മാധ്യസ്ഥം പാപമാണെന്ന് ഞാൻ അവരെ തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ വഴിതെറ്റി ദൈവത്തെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് ഭാവിച്ച് സ്വയം നശിച്ചുകൊള്ളും. മിടുക്കൻ, മിടുമിടുക്കൻ. അവർ ബാക്കിയുള്ളവരെയും കൂടി വഴിതെറ്റിക്കും. കൊള്ളാം. ഒരു വെടിക്ക് 100 പക്ഷി മതി. പോകുവിൻ, രാപ്പകൽ അധ്വാനിക്കുവിൻ, വിജയിക്കുവിൻ.
അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ.